10 വർഷം സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ശവക്കോട്ടയില്ലായിരുന്നു. കേരളത്തിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് സഭാ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായിരിക്കുന്നതായൊരു ഘടകമാണല്ലോ ഈ ശവക്കോട്ട എന്ന് പറയുന്നത്. 10 വർഷം ഞങ്ങൾക്ക് ശവക്കോട്ടയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, നമ്മളിങ്ങനെ മുന്നോട്ട് പോയാൽ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കും, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ തകർന്നു പോകും. കാരണം എനിക്ക് എൻ്റെ അമ്മയേക്കാൾ കുറച്ചുകൂടെ വിവരം വെച്ചതായിട്ട് എനിക്കങ്ങൊരു തോന്നൽ വന്നു. പക്ഷേ അന്ന് അമ്മ എന്നോട് പറഞ്ഞതായ ഒരു വാചകമുണ്ട്, മകനെ, നമുക്ക് സ്വന്തമായിട്ടൊരു ശവക്കോട്ട കിട്ടുന്നത് വരെ നമ്മുടെ ഇടയിൽ ആരും മരിക്കയില്ല എന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തരാം, നീ ധൈര്യമായിട്ട് ദൈവവേല ചെയ്തോളാൻ പറഞ്ഞു. 10 വർഷം ശവക്കോട്ടകളൊന്നുമില്ലായിരുന്നു. എന്നാൽ 10 വർഷം കഴിഞ്ഞപ്പോൾ ശവക്കോട്ട വാങ്ങിച്ചു. ശവക്കോട്ട വാങ്ങിച്ചതായ ആ മാസം തന്നെ 5 പേര് മരിച്ചു. ഞാനതിനെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇവരെല്ലാം മരിക്കാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയായിരുന്നു. പക്ഷേ ദൈവം സമ്മതിക്കുകയില്ലായിരുന്നു. കാരണം അമ്മ മറുഭാഗത്ത് മുട്ടുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എനിക്കൊരു വാഹനമില്ലായിരുന്നു. മൈലുകൾ നടന്നു, എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ മൈലുകൾ നടന്ന് കർത്താവിൻ്റെ വേല ചെയ്തിട്ടുണ്ട്. അന്നും എൻ്റെ ഒരു ജീവിത അനുഭവം എന്ന് പറയുന്നത്, ഞാൻ വേദപുസ്തകം ഒരു ബാഗിനകത്ത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കവറിനകത്ത് പൊതിഞ്ഞോ കൊണ്ടുപോവുകയില്ലായിരുന്നു. ഞാൻ വേദപുസ്തകം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ നടക്കുമായിരുന്നു. അതെനിക്കൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. അന്ന് ഞാൻ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് കോട്ടയം ജില്ലയിൽ വാഴൂർ എന്ന സ്ഥലത്ത്, അതിനടുത്ത് പുളിക്കച്ചിറക്കവല എന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ്. ഇവിടെ ഒരു ദൈവദാസനെ കാണുവാനായിട്ട് വന്നതാണ്. വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. തൻ്റെ സഭ ഇവിടെയാണ്. അതോടൊപ്പം ഒരുപാട് ലോക്കൽ ചർച്ചുകളുണ്ട്, നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി ഉണ്ട്, ബൈബിൾ കോളേജുണ്ട്. അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ പ്രസംഗകനാണ് ബഹുമാനപ്പെട്ട പാസ്റ്റർ. ഇന്ന് ഈ പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ, എവിടെ താമസിക്കുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഒന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി കെ ചാക്കോ. ഞാൻ കോട്ടയം ജില്ലയിൽ വാഴൂർ എന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. എൻ്റെ പിതാവ് പാസ്റ്റർ KJ ചാക്കോ, അദ്ദേഹം നിത്യത്തിൽ വിശ്രമിക്കുന്നു. മാതാവുണ്ട്. എനിക്ക് വൈഫും 2 ആൺകുഞ്ഞുങ്ങളുമാണ് ഉള്ളത്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? മക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾ ഇപ്പോൾ മൂത്തയാൾ ദുബായിൽ ഒരു ജോലി ചെയ്യുന്നു. ഇളയ മോന് അവനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ഒന്ന് പറയാമോ? ഞാൻ ഒരു പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. മൗണ്ട് സിനായ് ഹോളി ചർച്ച് ഓഫ് ഇന്ത്യ എന്നായിരുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ പേര്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വിദേശത്തുള്ളതായ യൂണിവേഴ്സൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനവുമായിട്ട് ഇപ്പോൾ ചേർന്ന് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ജനിച്ചു വളർത്തപ്പെട്ടത് ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലായിരുന്നു? എൻ്റെ അമ്മ ക്രിസ്തീയ പശ്ചാത്തലത്തിലായിരുന്നു. എൻ്റെ അമ്മ ഒരു ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്നതാണ്. എന്നാൽ എൻ്റെ പിതാവ് ഒരു CSI പശ്ചാത്തലമായിരുന്നു. എൻ്റെ അമ്മയുടെ ഒരു രോഗസൗഖ്യം, ഒരു അത്ഭുത രോഗസൗഖ്യത്തിലൂടെയാണ് ഞങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അല്ല, CSI പശ്ചാത്തലത്തിലാണല്ലോ പാസ്റ്റർ ജനിച്ചു വളർത്തപ്പെട്ടത്. അതെ. പിന്നീട് ഈ വിശ്വാസത്തിലേക്ക് വരാനായിട്ട്, പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം എന്താണ്? അതോടൊപ്പം തന്നെ മാതാപിതാക്കളെക്കുറിച്ചും ഒന്ന് പറയാമോ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ ഒരു ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ട ഒരാളായിരുന്നു. എൻ്റെ അമ്മ ഈ വിവാഹം ചെയ്ത് ഈ ദേശത്ത് വന്നതിന് ശേഷമായിട്ട് ദീർഘനാളുകൾ, ഏകദേശം 14 വർഷം രോഗിയായിട്ട് ഭാരപ്പെട്ടു. ഈ കോട്ടയം ജില്ലയിൽ അറിയപ്പെടുന്നതായ മേജർ ഹോസ്പിറ്റലുകളെല്ലാം കൊണ്ടുപോയി എൻ്റെ പിതാവ് ചികിത്സ ചെയ്തു. എൻ്റെ പിതാവ് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. തനിക്ക് കിട്ടിയ പണമെല്ലാം, ശമ്പളമെല്ലാം എൻ്റെ അമ്മയെ ചികിത്സിക്കാനായിട്ട് വിനിയോഗിച്ചു. അങ്ങനെയാണ് ആ കാലയളവിലാണ് ഒരു സുവിശേഷകനും 2 സഹോദരിമാരും ഞങ്ങളുടെ ഈ ദേശത്ത് അവരെ ട്രാക്റ്റ് വിതരണം, സുവിശേഷ പ്രതികൾ വിതരണം ചെയ്ത് കടന്നു വരികയും രോഗിയായിട്ട്. അതോടൊപ്പം തന്നെ പാസ്റ്റർക്ക് എത്ര സഹോദരങ്ങളാണ്? എനിക്ക്
2 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ അമ്മ രോഗിയായിട്ട് തീർന്നതായ സമയത്ത് എൻ്റെ ഒരു മൂത്ത സഹോദരന് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. അങ്ങനെ ഈ സുവിശേഷകരായ ചില പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ വീട്ടിൽ വരികയും എൻ്റെ അമ്മയുടെ രോഗാവസ്ഥ കണ്ട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് എൻ്റെ അമ്മ കടന്നു വന്നത്. അത് അന്ന് മുതൽ ഒരു നല്ല വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങൾ കൃപാവരങ്ങളോട് കൂടിയ ഒരു നല്ല വിശ്വാസിയായിട്ട് എൻ്റെ അമ്മ മാറി. തൽഫലമായിട്ട് ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനുള്ള കാരണം പെന്തക്കോസ്റ്റ് വിശ്വാസത്തിലേക്ക് എൻ്റെ അമ്മ CSI പശ്ചാത്തലത്തിലാണ് പിതാവൊക്കെ നിന്നിരുന്നത്. പിതാവ് CSI പശ്ചാത്തലത്തിലായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ ഒരു പള്ളിയിലും പോകുന്നില്ലായിരുന്നു, ഹൈന്ദവ വിശ്വാസത്തിലായിരുന്നതുകൊണ്ട്. അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ എൻ്റെ അമ്മ വിശ്വാസത്തിൽ വന്നു. അമ്മ വിശ്വാസത്തിൽ വന്ന് തൻ്റെ സാക്ഷ്യം മുഖാന്തരമായിട്ട് അനേകർ യേശു ക്രിസ്തുവിലേക്ക് വരുവാനിടയായി തീർന്നു. അതുമാത്രമല്ല, എൻ്റെ അമ്മ ഈ നല്ല ദർശനവും വെളിപ്പാടുമുള്ളതായ ഒരു ദൈവദാസിയായിരുന്നു. പ്രത്യേകിച്ച് പ്രവചന ശുശ്രൂഷകളൊക്കെ ചെയ്യുമായിരുന്നു. അതിനുവേണ്ടി ധാരാളം ആളുകൾ ആ ശുശ്രൂഷകൾ പ്രാപിക്കാനായിട്ട് ധാരാളം ആളുകൾ കടന്നു വന്ന 1000 കണക്കിന് ആളുകൾ എൻ്റെ അമ്മയുടെ ശുശ്രൂഷയാൽ സൗഖ്യം പ്രാപിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ഇടയായിത്തീർന്നു. അങ്ങനെ കടന്നു വന്നതായ പല ആളുകളും ഞങ്ങളെ വിട്ടു പോകാതെ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഈ പ്രസ്ഥാനം ഉടലെടുക്കുവാനിടയായിത്തീർന്നത്. എൻ്റെ പാസ്റ്റർ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനുള്ളൊരു കാരണം അതാണോ? ഞാൻ എൻ്റെ ചെറുപ്പത്തിലാണ് എൻ്റെ അമ്മ വിശ്വാസത്തിൽ വന്നത്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ ചെറുപ്രായം മുതൽ പെന്തക്കോസ്റ്റ് വിശ്വാസത്തിലാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് എൻ്റെ മാനസാന്തരത്തിനായിട്ട് ഒരു പ്രത്യേക കാരണം എനിക്ക് പറയാനായിട്ടില്ല. ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ യേശു ക്രിസ്തുവിനുമായിട്ടുള്ളതായ ഒരു നല്ല ബന്ധത്തിലാണ് വളർന്നു വന്നത്. ഓക്കെ. അപ്പോൾ പാസ്റ്റർ ഇങ്ങനെ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് മാതാപിതാക്കൾ വന്നു. പിന്നീട് ഒരു സുവിശേഷകനാകണം, സുവിശേഷ വേല ചെയ്യണം എന്നൊരു താല്പര്യം വരാനായിട്ടുള്ളൊരു കാരണം എന്താണ്? അതിനെന്തെങ്കിലും ഒരു പശ്ചാത്തലമുണ്ടോ? അല്ലെങ്കിൽ ആരാണ് അതിന് പ്രചോദനം നൽകിയത്? എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? ഞാനൊരു സുവിശേഷകനാകാനും ഇതുപോലൊരു പാസ്റ്ററായിട്ട് സേവനം ചെയ്യുവാനും പ്രധാന കാരണം എൻ്റെ മാതാവാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ സുഖമില്ലാതെ കിടന്നപ്പോഴാണ് ഈ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി തീർന്നത്. അപ്പോൾ എൻ്റെ അമ്മ ദൈവത്തോട് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഒരു മോൻ മരിച്ചുപോയി. പിന്നെ അമ്മയ്ക്ക് ശേഷിക്കുന്ന 2 ആൺമക്കളാണ്, എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരൻ. അപ്പോൾ ഒരു ദിവസം ദൈവം എൻ്റെ അമ്മയോട് വ്യക്തമായിട്ട് സംസാരിച്ചു, നിൻ്റെ മകനെ ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിക്കണം. എൻ്റെ അമ്മ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് 2 ആൺമക്കളാണുള്ളത്, അതിൽ ആരെയാണ് ഞാൻ വേർതിരിക്കേണ്ടത്? അപ്പോൾ ദൈവം എൻ്റെ അമ്മയോട് സംസാരിച്ചു, മൂത്ത മകൻ നിനക്ക് വേണ്ടിയുള്ളതാണ്, ഇളയ മോൻ എനിക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നിൻ്റെ ഇളയ മോനെ എൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കണമെന്ന് ദൈവം സംസാരിച്ചു. അന്ന് എനിക്കത് തിരിച്ചറിവില്ലാത്തതായൊരു സമയമാണ്. പക്ഷേ എൻ്റെ അമ്മ ആ വാക്ക് വളരെയധികം വിശ്വസിക്കുകയും ചെറുപ്രായം മുതൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ, ഒരു പാസ്റ്റർ എന്ന നിലയിൽ എന്നെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കുവാനും എൻ്റെ അമ്മയ്ക്ക് സാധിച്ചു. എനിക്ക് ഭക്ഷണം തരുമ്പോഴും എന്നെ കുളിപ്പിക്കുമ്പോഴും എന്നെ സ്കൂളിൽ അയക്കുമ്പോഴും എൻ്റെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, ഞാനൊരു പാസ്റ്റർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്, ഞാനൊരു പാസ്റ്ററെയാണ് സ്കൂളിലേക്ക് വിടുന്നത്. അത് ചെറുപ്രായം മുതൽ ഒരു പാസ്റ്റർ എന്നുള്ളതായ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് തന്നത് എൻ്റെ മാതാവാണ്. ഒരു വലിയൊരു പരിഗണനയും ലഭിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ ഒരു പാസ്റ്റർ എന്നാണ് അന്ന് മുതൽ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ അമ്മ ദൈവത്തിൻ്റെ വാക്കിനെ അത്രമാത്രം സ്നേഹിക്കുകയും അതിന് വില കൊടുക്കുകയും ചെയ്തു. അതാണ് എൻ്റെ വിശ്വാസത്തിലേക്ക്, ഒരു ശുശ്രൂഷയിലേക്ക് വരുവാനുള്ളതായ ഒരു പ്രധാനപ്പെട്ട കാരണം. പാസ്റ്റർ എത്രാമത്തെ വയസ്സിലാണ് ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്? ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പ്രീ ഡിഗ്രിക്ക് പരീക്ഷ എഴുതി ഫൈനൽ എക്സാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഇനി നീ പഠിക്കാൻ പോകണ്ട, കാരണം ഞാൻ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്, പഠിക്കാൻ പോകണ്ട, ഞാൻ ബൈബിൾ കോളേജിൽ പോകാനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്, നീ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ മക്കൾ പഠിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതായ ഒരു മാതാവ് എൻ്റെ മാതാവാണ് എന്ന്. കാരണം ഞാൻ അങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവിക വിളിയിൽ നിന്ന് വെളിയിൽ പോകുമോ എന്നുള്ളതായ ഒരു ആശങ്ക, ഒരു ഭയം എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ സെക്കുലർ പഠനം എൻ്റെ അമ്മ നിർത്തിച്ച് എന്നെ ബൈബിൾ കോളേജിലേക്ക് പറഞ്ഞയച്ചു. അന്ന് എനിക്ക് 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഓക്കെ. പാസ്റ്റർ എവിടെയാണ് ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചത്?
ഈ തേക്കടിയിലുള്ളതായ ഒരു ദൈവദാസനൊരിക്കൽ എൻ്റെ വീട്ടിൽ കടന്നു വന്നു, അമ്മയെ കാണാനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം മദ്രാസിൽ ഒരു ബൈബിൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഷീലോഹാം ബൈബിൾ കോളേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ബൈബിൾ കോളേജിലേക്ക് വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം മദ്രാസിലുള്ളതായ, അന്ന് മദ്രാസാണ്, ചെന്നൈ ആയിട്ടില്ല, മദ്രാസിലുള്ളതായ ഷീലോഹാം ബൈബിൾ കോളേജിൽ ഞാൻ ആദ്യം പഠിച്ചു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്ന് പായിപ്പാട്ടുള്ളതായ ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ എൻ്റെ BTH പഠനം ഞാൻ പൂർത്തിയാക്കി. ഓക്കെ. പിന്നീട് പഠനമായി മുമ്പോട്ട് പോയോ അതോ സുവിശേഷ വേലയിലേക്ക് കടന്നു? അതിനുശേഷം നേരിട്ട് ഞാൻ സുവിശേഷ വേലയിലേക്ക് വരികയാണ് ചെയ്തത്. അന്ന് ഈ സഭ ഇവിടെയുണ്ട്. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മോൻ പാസ്റ്റർ ബേബിച്ചൻ എന്ന് പറയും, ആ ബേബിച്ചനാണ് ഈ സഭ അന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പെട്ടെന്ന് തനിക്ക് വിദേശയാത്രയായിട്ട് അമേരിക്കയ്ക്ക് പോയതായ സമയത്ത് ഞാൻ ചെറുപ്രായത്തിൽ തന്നെ ഈ സഭയുടെ ചുമതല ഏൽക്കേണ്ടതായിട്ട് എനിക്ക് വന്നു. അപ്പോൾ നിലവിൽ ഇവിടെ ഒരു സഭ അന്നും ഉണ്ട്? എൻ്റെ ചെറുപ്രായത്തിൽ ആ സഭയുണ്ട്. എൻ്റെ മാതാപിതാക്കളാണ് സഭയുടെ സ്ഥാപകർ. അതായത് മാതാവ് ഒരു പ്രവചന ശുശ്രൂഷയുള്ള ആളായിരുന്നു. അപ്പോൾ അനേക ആളുകൾ പ്രാർത്ഥിക്കാനും പ്രവചനം കേൾക്കാനൊക്കെ ആയിട്ട് വരികയും അങ്ങനെ വന്ന ആളുകളുടെ ഒരു സമൂഹമായി തീർന്നു അല്ലേ? അതെ, അവർ പല ആളുകൾ വിട്ടുപോയി. എൻ്റെ അമ്മ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലായിട്ട് 94 സഭകൾ സ്ഥാപിച്ചു. ആ സ്ഥാപിച്ചതായ സഭകളൊന്നും നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കാരണം അന്ന് ഞങ്ങൾക്കൊരു പ്രസ്ഥാനമായിട്ടില്ലായിരുന്നു. ഈ സ്ഥാപിച്ചതായ സഭകളൊക്കെ മറ്റു ഇതര പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുത്തു. കാരണം അന്ന് ഇതിന് ലീഡ് ചെയ്യാനായിട്ട് ആരുമില്ലായിരുന്നു, ഇതിൻ്റെ മുൻപ് പ്രവർത്തിക്കാനായിട്ട് ആരുമില്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ സഹോദരിയുടെ പുത്രൻ ബേബിച്ചെന്ന് പറഞ്ഞ ആളെ എൻ്റെ പിതാവാണ് താല്പര്യമെടുത്ത് അദ്ദേഹത്തെ ബൈബിൾ കോളേജിലേക്ക് വിടുകയും അദ്ദേഹം മദ്രാസിൽ ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജ് പഠിച്ച് അദ്ദേഹം മടങ്ങി വന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. അങ്ങനെയാണ് ഞങ്ങൾക്കായിട്ടൊരു പ്രസ്ഥാനം, സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം ഉടലെടുക്കുവാനും അത് രജിസ്റ്റർ ചെയ്യാനും ഇടയായിത്തീർന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു ചെറുപ്രായത്തിൽ തന്നെ പാസ്റ്റർ ഒരു സുവിശേഷകനായി സഭയുടെ ഒരു പാസ്റ്ററായി മാറി അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിനകത്ത് എനിക്ക് സന്തോഷകരമായ അനുഭവമുണ്ട്, വേദനിക്കുന്ന അനുഭവങ്ങളുമുണ്ട്. സന്തോഷകരമായ അനുഭവം എന്ന് പറയുന്നത് ചെറുപ്രായം മുതൽ വിശ്വാസത്തിൽ വളർന്നു വന്നു എന്നുള്ളതായ ഒരു സന്തോഷകരമായ അനുഭവമുണ്ട്. കാരണം ഈ ലോകത്തിൻ്റെ മറ്റ് ഇമ്പങ്ങളോ അല്ലെങ്കിൽ ഈ ഇന്നത്തെ നിലയിലുള്ളതായ ഒരു മദ്യപാനമോ വെറിക്കൂത്തോ പുകവലിയോ അങ്ങനെയുള്ളതായ ദുശീലങ്ങളൊന്നും ചെറുപ്രായം മുതൽ ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചെറുപ്രായം മുതൽ വിശ്വാസത്തിൽ വളർന്നു വന്നു. എനിക്ക് അതിനകത്ത് ദുഃഖകരമായിട്ടൊന്ന് തോന്നിയതായൊരു കാര്യം, ചെറുപ്രായത്തിൽ മുതൽ വിശ്വാസത്തിൽ വളർന്നു വന്നതായ ഒരു ദൈവദാസൻ എന്ന നിലയിൽ സമൂഹം അവർക്ക് വേണ്ട വില കൊടുക്കത്തില്ല. ഇപ്പോൾ ഒരാളെ കൊന്നിട്ടോ അല്ലെങ്കിൽ മദ്യപിച്ച് നടക്കുന്നതായ വെറുകൂത്തി നടക്കുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ടു വന്നു പ്രസംഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വലിയ ആദരവോടെ സമൂഹം കാണുന്നത് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറുപ്രായം മുതൽ വിശ്വാസത്തിൽ വളർന്നു വരുന്നതായ ആളുകൾക്ക് വിലയില്ലാത്തതായ ഒരു സാഹചര്യമാണ് ഇന്ന് ക്രൈസ്തവ സഭയിൽ നിലനിൽക്കുന്ന ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും. അതെ, ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. മദ്രാസിലെ മോൻ, ഞാൻ ബാംഗ്ലൂർ പോയ അദ്ദേഹത്തെ ഇന്റർവ്യൂ. മദ്രാസിലെ മോൻ കരിക്കുമ്പില്ല കൊലക്കേസ് എന്നൊക്കെ ബ്രാക്കറ്റിൽ എഴുതി കഴിഞ്ഞാൽ മാത്രമേ ഒരു വിലയുള്ളൂ. വെള്ളത്തൂലി സ്റ്റീഫൻ, അവരെയൊക്കെ കാണാനായിട്ട് ധാരാളം ആളുകൾ കടന്നു വരും. പാസ്റ്റർ തന്നെ പറഞ്ഞു നോക്കൂ, ചെറുപ്പമായി മുതൽ വിശ്വാസം ജീവിക്കുന്നതായ ഒരു പാസ്റ്റർ പ്രസംഗിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ആരും അവരെ വരുവോ അത് കാണാൻ ശ്രമിക്കുകയോ ചെയ്യാറില്ല. അല്ല, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാസ്റ്റർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ ഒരു സഭയുടെ ചുമതലക്കാരനായി ഈ മാതൃസഭ അല്ലേ, പാസ്റ്ററുടെ സഭയുടെ ഒരു ശുശ്രൂഷകാരനായി തോന്നുന്നു. ഇപ്പൊ എത്ര വർഷമായിട്ട് പാസ്റ്റർ സുവിശേഷ വേല ചെയ്യുന്നു? ഞാനിപ്പോൾ 32 വർഷമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ യെസ്. അപ്പോൾ ഈ 32 വർഷം സുവിശേഷ വേല ചെയ്ത ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക് പാസ്റ്ററുടെ ജീവിതത്തിലെ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കുക. സുവിശേഷ വേല എപ്രകാരമാണ് പാസ്റ്റർ ചെയ്തത്, അതിലനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, സന്തോഷം, ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ?
എൻ്റെ ആരംഭ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ ഒരു കൈത്താങ്ങൽ തരുവാനായിട്ട് ആരുമില്ലായിരുന്നു. കാരണം രണ്ടാമത് എനിക്ക് സാമ്പത്തികമായ ഒരു സോഴ്സുകളൊന്നുമില്ലായിരുന്നു. സഭകൾ വരുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ അതിനൊരു ബിൽഡിങ് കിട്ടുവാനോ സ്ഥലം വാങ്ങിക്കുവാനോ ഒന്നും എനിക്ക് ഒരു സാഹചര്യമില്ലായിരുന്നു. 10 വർഷം സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ശവക്കോട്ടയില്ലായിരുന്നു. കേരളത്തിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് സഭാ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായിരിക്കുന്നതായൊരു ഘടകമാണല്ലോ ഈ ശവക്കോട്ട എന്ന് പറയുന്നത്. 10 വർഷം ഞങ്ങൾക്ക് ശവക്കോട്ടയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, നമ്മളിങ്ങനെ മുന്നോട്ട് പോയാൽ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കും, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ തകർന്നു പോകും. കാരണം എനിക്ക് എൻ്റെ അമ്മയേക്കാൾ കുറച്ചുകൂടെ വിവരം വെച്ചതായിട്ട് എനിക്കങ്ങൊരു തോന്നൽ വന്നു. പക്ഷെ അന്ന് അമ്മ എന്നോട് പറഞ്ഞതായ ഒരു വാചകമുണ്ട്, മകനെ, നമുക്ക് സ്വന്തമായിട്ടൊരു ശവക്കോട്ട കിട്ടുന്നത് വരെ നമ്മുടെ ഇടയിൽ ആരും മരിക്കയില്ല എന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തരാം, നീ ധൈര്യമായിട്ട് ദൈവവേല ചെയ്തോളാൻ പറഞ്ഞു. 10 വർഷം ശവക്കോട്ടകളൊന്നുമില്ലായിരുന്നു. എന്നാൽ 10 വർഷം കഴിഞ്ഞപ്പോൾ ശവക്കോട്ട വാങ്ങിച്ചു. ശവക്കോട്ട വാങ്ങിച്ചതായ ആ മാസം തന്നെ 5 പേര് മരിച്ചു. ഞാനതിനെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇവരെല്ലാം മരിക്കാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയായിരുന്നു. പക്ഷെ ദൈവം സമ്മതിക്കുകയില്ലായിരുന്നു. കാരണം അമ്മ മറുഭാഗത്ത് മുട്ടുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എനിക്കൊരു വാഹനമില്ലായിരുന്നു. മൈലുകൾ നടന്നു. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ മൈലുകൾ നടന്ന് കർത്താവിൻ്റെ വേല ചെയ്തിട്ടുണ്ട്. അന്നും എൻ്റെ ഒരു ജീവിത അനുഭവം എന്ന് പറയുന്നത്, ഞാൻ വേദപുസ്തകം ഒരു ബാഗിനകത്ത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കവറിനകത്ത് പൊതിഞ്ഞോ കൊണ്ടുപോവുകയില്ലായിരുന്നു. ഞാൻ വേദപുസ്തകം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ നടക്കുമായിരുന്നു. അതെനിക്കൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. അന്ന് ഞാനൊരു ചെറുപ്പക്കാരനാണ്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. ഈ വിവാഹം കഴിക്കാത്തതായ ഒരു ചെറുപ്പക്കാരൻ പൊതുവഴിയിലൂടെ ബൈബിള് പിടിച്ചുകൊണ്ട് നടക്കുന്നത് ആ കാലഘട്ടത്തിൽ പലർക്കും ഒരു കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ ദൈവത്തോട് 2 കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ മറ്റുള്ളവരുടെ മുമ്പാകെ കൈ നീട്ടാൻ എന്നെ അനുവദിക്കരുത്. രണ്ടാമതൊരു കാര്യം, എനിക്ക് ഒരു കുടുംബം ഉണ്ടാകും, എൻ്റെ കുടുംബത്തെ പോറ്റാൻ ഞാൻ ഒരു നാളും ഭാരപ്പെടാനിടയാകരുത്. എന്നാൽ ഈ 2 കാര്യവും ദൈവം എനിക്ക് തന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഭാര്യ ശാന്തമ്മ, അവൾ ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. അവൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു പാസ്റ്ററെ വിവാഹം കഴിക്കണം. അന്ന് അവൾ ഒരു കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരിയ ഒരു ടീച്ചറാണ്. അവൾ എൻ്റെ ഭാര്യയായി വന്നതോടുകൂടിയാണ് സാമ്പത്തികമായിട്ട് കുറേയൊക്കെ ക്ലേശങ്ങൾക്ക് പരിഹാരം വരുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ ഈ സഭയുടെ ഒരു വളർച്ച, ഈ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ ഇന്നിപ്പോൾ പാസ്റ്ററുടെ സഭയിൽ ഒരുപാട് വിശ്വാസികളുണ്ട്. അതോടൊപ്പം ഒരുപാട് ലോക്കൽ ചർച്ചകളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന നിരവധി ലോക്കൽ ചർച്ചകളുണ്ട്. പല സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ ബ്രാഞ്ച് വർക്കുകളുണ്ട്. എങ്ങനെയാണ് ഇത് സാധിച്ചത്? ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയായിരുന്നു? ആദ്യകാല പ്രവർത്തകർ ആരൊക്കെയായിരുന്നു? ചില ആളുകളെ നമുക്ക് മറക്കാൻ പറ്റാത്ത ആളുകളുണ്ടല്ലോ. ഈ സഭയുമായി ബന്ധപ്പെട്ട ആദ്യകാല പ്രവർത്തകർ, സപ്പോർട്ട് ചെയ്തവർ, മാനസികമായും ശാരീരികമായും അതുപോലെ സാമ്പത്തികപരമായൊക്കെ പിന്തുണച്ച ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ വിഷയത്തെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ പിതാവ് ഒരു മേസ്തിരി പണിക്കാരനായിരുന്നു, പ്രത്യേകിച്ച് ഒരു കോൺട്രാക്റ്റ് പണിക്കാരനായിരുന്നു. ബിൽഡിങ്ങൊക്കെ കോൺട്രാക്റ്റ് എടുത്ത് അതിൽ നിന്ന് കിട്ടുന്നതായ പണത്തിൽ സിംഹഭാഗവും ദൈവവേലയ്ക്ക് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചിട്ടുണ്ട്. ഈ ശവക്കോട്ടം വാങ്ങിക്കാനും അതുപോലെ തന്നെ സഭയ്ക്ക് സ്ഥലം വാങ്ങിക്കാനും പാസ്റ്റർമാരെ സഹായിക്കാനുമൊക്കെ ആ പണം ഉപയോഗിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതായ ധാരാളം പിതാക്കന്മാരുണ്ടായിരുന്നു. അവർക്കൊന്നും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരായിരുന്നില്ല. അവരൊക്കെ ഒട്ടുമിക്ക ആളുകളും കൂലിപ്പണിക്കാരായിരുന്നു. എന്നാൽ എനിക്ക് വളരെ സന്തോഷകരമായൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചെറുപ്രായമാണെങ്കിൽ പോലും എന്നെ എല്ലാവരും അവരെ സജിമോനെ എന്നാണ് വിളിക്കുന്നത്. ചിലർ സജിമോൻ പാസ്റ്ററെ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ സജിമോൻ പാസ്റ്റർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ദൈവം ഞങ്ങളെ നടത്തുമെന്നുള്ളതായ ഒരു ഉത്തമ ബോധ്യത്തിൽ അവരെല്ലാം നല്ല നിലയിൽ എന്നെ സഹായിക്കുവാനിടയായി തീർന്നു. ഞാനൊരു ആവശ്യം മുന്നോട്ട് വച്ചാൽ ആവശ്യത്തിനു വേണ്ടി അവരുടെ കൂലിപ്പണിയിൽ നിന്ന് കിട്ടിയതായ ആ അല്പമുള്ള ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം ദൈവവേലയ്ക്ക് വേണ്ടി അവർ കൊടുക്കുമായിരുന്നു. അതിനുശേഷം എൻ്റെ ഭാര്യ കടന്നു വന്നതിന് ശേഷമായിട്ട് അവരുടെ ശമ്പളത്തിൽ മിക്ക ഭാഗവും ദൈവവേലയ്ക്ക് വേണ്ടി ഞങ്ങൾ വിനിയോഗിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്നതായ സന്ദർഭത്തിലാണ് എനിക്കൊരു വിദേശയാത്രയ്ക്കൊരു അവസരം കിട്ടിയത്. ഒരു ദൈവദാസൻ എന്നെ തേടി വന്നു. അങ്ങനെ എനിക്ക് പ്രാരംഭമായിട്ട് UK കടന്നു പോകുവാനും
അവിടെയുള്ളതായി വിഷൻ ഫോർ ഏഷ്യ എന്ന ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെടുവാനും ഇടയായി തീർന്നു. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കടന്നുപോയപ്പോൾ പലരും ആ നിലയിൽ എന്നെ പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സ്ഥിരമായിട്ടല്ല, ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടി ഒക്കെ എന്നെ സഹായിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യകാല പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയത്. അതെ, അല്ലേ? അതെ. അപ്പം ഞാൻ ചോദിച്ചത്, പാസ്റ്റർക്ക് ഇപ്പോൾ ലോക്കൽ ചർച്ചുകൾ എത്രയുണ്ട്? ഞങ്ങൾക്ക് ഇപ്പോൾ 38 ലോക്കൽ സഭകൾ കേരളത്തിലുണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ ബാംഗ്ലൂർ ഒന്നുണ്ട്, പിന്നെ ഒറീസ, ബീഹാർ ഇങ്ങനെ സംസ്ഥാനങ്ങളിൽ ആത്മീക പ്രവർത്തനങ്ങളുണ്ട്. എത്ര പാസ്റ്റേഴ്സ് ഇപ്പോൾ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്? ഞാൻ കേരളത്തിൽ തന്നെ 43 പാസ്റ്റർമാരുണ്ട്, സുവിശേഷകന്മാർ ഉൾപ്പെടെ. ഇപ്പോൾ 4 സെൻറ്ററുകളായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ തിരിച്ചിരിക്കുന്നത്. അത് സെൻട്രൽ പാസ്റ്റർമാരുണ്ട്, സെൻട്രൽ സെക്രട്ടറിമാരുണ്ട്, പിന്നെ സുവിശേഷകന്മാരുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചർച്ചുകൾ, പണിത ചർച്ചുകളുണ്ടോ അതോ വാടകയ്ക്കാണോ നടക്കുന്നത്? മിക്ക ഇടങ്ങളിലും ഞങ്ങൾക്ക് സഭാ ഹാൾ പണിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 10-12 സ്ഥലങ്ങളിൽ ഇപ്പോൾ വാടക ബിൽഡിങ്ങിലാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ചർച്ചായിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശവക്കോട്ട എന്ന് പറയുന്നത് കേരളത്തിലൊരു പ്രധാന വിഷയമായതുകൊണ്ട് നിലവിലുള്ളതായ എല്ലാ സഭകൾക്കും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ശവക്കോട്ടകൾ വാങ്ങിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷമായിട്ടാണ് ഞങ്ങൾ സഭാ ബിൽഡിംഗ് പണിയുവാനായിട്ട് ഞങ്ങൾ താല്പര്യം കാണിക്കുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ ഒരു മരണമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളോട് കൂടെ വരുന്നതായ വിശ്വാസികൾക്ക്, കുടുംബങ്ങൾക്ക് ഒരു ഭാരമായി തീരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 35 സഭകൾ കേരളത്തിലുള്ളതും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള എല്ലാ ചർച്ചിൻ്റെയും ഒരു ഹെഡ്, ഒരു പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് പാസ്റ്ററാണോ? ഞാൻ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതൊരു സന്തോഷകരമായ അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇവിടെയെല്ലാം യാത്ര ചെയ്ത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെല്ലാ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സുവിശേഷവുമായിട്ട് കടന്നു ചെല്ലുവാനുള്ളതായൊരു ഭാഗ്യം ഇത് എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ പാസ്റ്റർമാരൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. എനിക്ക് ദൈവകൃപയാൽ ലഭിച്ചിട്ടുള്ളതായ കോവർക്കേഴ്സ്, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതായ പാസ്റ്റർമാരെല്ലാവരും വളരെ വിശ്വസ്തരായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്നേക്കാൾ മുതിർന്ന ആളുകളുണ്ട്, പ്രായത്തിലും പക്വതയിലും മുതിർന്നതായ ആളുകളുണ്ട്. അവരെല്ലാം ഞാൻ പറയുന്നതായ വാക്കുകളെ അനുസരിക്കുകയും അതേപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അതുമാത്രമല്ല, ഞാൻ ഒരിക്കലും അവരെ ഭരിക്കണം എന്നുള്ളതായ ഒരു ചിന്ത എനിക്കുണ്ടായിട്ടില്ല. മിക്കപ്പോഴും അവരെന്നോട് പറയാറുണ്ട്, പാസ്റ്റർ കുറച്ചുകൂടെ ആക്റ്റീവ് ആകണം എന്ന്, സ്ട്രിക്റ്റ് ആകണമെന്ന്. പക്ഷെ ഞാൻ അവരോട് പറയുന്നതായൊരു വാചകമുണ്ട്, ഭരിക്കാനായിട്ടല്ല ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, പരിപാലിക്കാനായിട്ടാണ്. ദൈവസഭയെ ഭരിക്കാൻ എളുപ്പമാണ്, പക്ഷെ പരിപാലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആ വരവെന്ന് പറയുന്നത് പരിപാലന വരവാണ്. ഓക്കെ, പാസ്റ്റർ എത്ര രാജ്യങ്ങളിൽ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ കടന്നുപോയിട്ടുണ്ട്? അവിടെയൊക്കെ ചെല്ലുമ്പോൾ ലഭിക്കുന്നതായിട്ടുള്ള ഒരു റെസ്പോൺസ് എന്താണ്? എനിക്ക് ഒരു നല്ല ഭാഷ വശമില്ലായിരുന്നു ആദ്യമായിട്ട്. കാരണം ഇംഗ്ലീഷ് മീഡിയം കോളേജിൽ പഠിച്ചു, ബൈബിൾ കോളേജിൽ പഠിച്ചുവെങ്കിൽ തന്നെയും എനിക്ക് വലിയ ഭാഷ വശമില്ലായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഭാഷ വശമില്ല, ഞാൻ അങ്ങനെ ഈ രാജ്യങ്ങളിലൊക്കെ കടന്നു പോകും എന്ന്. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ പഠിപ്പിക്കും, നീ പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ 32 അമേരിക്ക ഉൾപ്പെടെയുള്ളതായ 32 രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ടുള്ളതായ ഒരു ഭാഗ്യം എനിക്ക് ദൈവം തന്നു. ഞാൻ ചെന്ന ഇടങ്ങളെല്ലാം ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് വലിയ സ്വീകരണം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പലയിടത്തും ചെന്നപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ വളർന്നു വന്നതായ പശ്ചാത്തലം, ഞാൻ ജീവിച്ചതായ പശ്ചാത്തലം, ഞാൻ കഴിച്ച ഭക്ഷണം, ഇതെല്ലാം കൂടെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ ഒരു ദൈവദാസൻ ആയിത്തീരുന്നതിലൂടെ ദൈവം ഒരു വ്യക്തിയെ എത്രമാത്രം മാനിക്കുമെന്നുള്ളത് സ്വന്തം അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട പാസ്റ്റർ ഈ 32 രാജ്യങ്ങളിൽ കടന്നുപോയി സുവിശേഷ വേല ചെയ്തപ്പോൾ അവിടെ ലഭിച്ചതായിട്ടുള്ള ആ സ്വീകാര്യത, അത് മറ്റാർക്കും, മറ്റേതൊരു ജോലിക്കാരനും കിട്ടുന്നതിനേക്കാൾ വലിയൊരു സ്വീകാര്യത. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ചെറുപ്പത്തിൽ സ്കൂളിൽ പോകാനായിട്ട് ഒരു ബാഗില്ലായിരുന്നു. അന്ന് സ്കൂൾ പുസ്തകങ്ങളെല്ലാം റബ്ബർ ബാൻഡ് ഇട്ടാണ് കൊണ്ടുപോയത്, ഇലാസ്റ്റിക് എന്ന് പറയും, ഇലാസ്റ്റിക് ഇട്ടാണ് കൊണ്ടുപോയത്. കുടയില്ലായിരുന്നു, വാഴയില ചൂടിയാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഉച്ചഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയില്ലായിരുന്നു. കാരണം ഉച്ചഭക്ഷണം രാവിലെ ഉണ്ടാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ദാരിദ്ര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത്. എന്നാൽ
ദൈവം ഒരു വ്യക്തിയെ എങ്ങനെ മാനിക്കും, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായിട്ട് നിന്നാൽ എങ്ങനെ മാനിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാപിച്ചതായ അനുഭവങ്ങളൊക്കെ അത്ര ശ്രേഷ്ഠമാണ്. അതാരെന്ത് എതിര് പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു വ്യക്തിയുടെ അനുഭവത്തെ കണ്ണിക്കാനായിട്ട് മറ്റാർക്കും കഴിയത്തില്ലല്ലോ. ഓക്കെ, ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചു. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയില്ല ദൈവം ഇറങ്ങി വന്ന് പിടിപ്പിച്ചു എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ പാസ്റ്ററുടെ ജീവിതത്തിൽ ഉണ്ടാവാം. യെസ്. എന്നാൽ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാം. ദൈവത്തിൻ്റെ ഒരു കരുതൽ, ഒരു വിടുതൽ, അനുഭവിച്ചറിഞ്ഞതായിട്ടുള്ള ഒരു വിടുതൽ, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒരിക്കലും ഞാൻ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നതായ സമയത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് നേരിട്ടു. എൻ്റെ ഈ റൈറ്റ് ഷോൾഡർ കംപ്ലീറ്റ് തകർന്നു പോയതാണ്. അതുപോലെ തന്നെ ഈ കാല് മുറിഞ്ഞ് മാറിപ്പോയതാണ്. അത് ആ സമയത്ത് ഞാൻ വഴിയരികിൽ കിടക്കുന്നതായ സമയത്ത് ആരും എനിക്ക് രക്ഷയ്ക്കായിട്ട് വന്നില്ല. എന്നെ അറിയപ്പെടാത്തതായ ഒരു സ്ഥലത്താണ്. എറണാകുളത്ത് നിന്ന് ഞാൻ കോട്ടയത്തേക്ക് യാത്ര ചെയ്യുന്നതായ സമയത്താണ്. ആ സമയത്ത് ദൈവദൂതന്മാരെ പോലെ ഒന്ന് രണ്ട് പേര് വന്ന് എന്നെ, അതൊരു കാട്ടിലാണ് ഞാൻ കിടക്കുന്നത്, ദൈവദൂതന്മാരെ പോലെ ഒന്ന് രണ്ട് പേര് എന്നെ വന്ന് താങ്ങിയെടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇപ്പോഴും ഞാൻ അവരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയുന്നത്, ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടില്ല, അവരാരാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് കാണണമെന്നൊരാഗ്രഹമുണ്ട്. ഈ വീഡിയോയിലൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ദൈവദൂതന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം ആ വ്യക്തികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ അത്ഭുതമായിട്ട് എനിക്കൊരു വിടുതൽ, പ്രത്യേകിച്ച് ഈ ആക്സിഡൻറ്റിൽ നിന്നൊരു വിടുതൽ കിട്ടിയത് ഒരിക്കലും മറക്കാനാവാത്തതായ ഒരു സംഭവമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ അമേരിക്കയ്ക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചതായ സന്ദർഭത്തിൽ, ഇതിനു മുമ്പ് ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയ്ക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചതായ സന്ദർഭത്തിൽ എനിക്ക് അതിൻ്റെ പേപ്പറെല്ലാം കിട്ടി. എനിക്ക് പരിചയമുള്ളതായ, ഞാൻ ആ വ്യക്തിയുടെ പേര് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ഒരു സഹപാഠിയാണ്. അദ്ദേഹം കോട്ടയത്ത് ഒരു ട്രാവൽ ഏജൻസി നടത്തുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ കൊടുത്ത ഈ പേപ്പറെല്ലാം ക്രമീകരിച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഈ ഡീറ്റെയിൽസ് എല്ലാം അദ്ദേഹത്തിൻ്റെ കൈവശം കൊണ്ട് കൊടുത്തു. പക്ഷേ അദ്ദേഹം എന്നെ ഒരുപാട് ചീറ്റ് ചെയ്തു. കാരണം അമേരിക്കൻ എംബസിയിൽ എന്നെക്കുറിച്ചുള്ളതായ തെറ്റായ വിവരണങ്ങൾ ധാരാളം അദ്ദേഹം കൊടുത്തു. അപ്പോൾ അമേരിക്കൻ എംബസി ഞാൻ ഒരു വിസയ്ക്ക് ചെന്നാൽ ഒരിക്കലും കിട്ടാൻ വയ്യാത്ത നിലയിലുള്ളതായ തെറ്റായ വിവരണങ്ങൾ കൊടുത്തു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചത് ഞാൻ ശരിയായിട്ട് മറുപടി പറഞ്ഞു. പക്ഷേ അവരെന്നോട് ചോദിച്ചു, പിന്നെ നീ പേപ്പറിലെല്ലാം ഇങ്ങനെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ അതറിഞ്ഞില്ല, എൻ്റെ ഏജൻറ്റ് അത് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അവരെനിക്ക് വിസ തന്നില്ല. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞാണ് അവരെന്നെ വിട്ടത്. കാരണം എനിക്ക് ഒരിക്കലും അമേരിക്കയ്ക്ക് പോകാനുള്ള വിസ എനിക്ക് കിട്ടുകയില്ല. അത് കഴിഞ്ഞ് അപ്പോൾ ആ ഒരു താല്പര്യം നഷ്ടപ്പെട്ടു പോയി. പലരും എന്നെ വിളിക്കാറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം അമേരിക്കയിൽ പോർട്ടോറിക്കയിലെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായിട്ട് അവരെനിക്ക് പേപ്പർ തന്നു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് വിസ കിട്ടാനായിട്ട് യാതൊരു സാധ്യതയുമില്ല, കിട്ടുകയില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ പൊക്കോ, ഞങ്ങൾ പൈസ തരുന്നതല്ലേ, പൈസ പോകുകയാണെങ്കിൽ ഞങ്ങളുടെ പൈസയല്ലേ പോകുന്നത്, നീ വിസയ്ക്ക് വേണ്ടി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഹൈദരാബാദിലായിരുന്നു ഇൻ്റർവ്യൂ. ഹൈദരാബാദിൽ തലേദിവസം രാത്രിയിൽ ഹോട്ടലിൽ താമസിക്കുന്നതായ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഞാൻ അവിടെ വെച്ച് ഞാൻ കണ്ടു. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ പോകാം. ഈ വാക്ക് എനിക്ക് കേൾക്കുവാനിടയായി തീർന്നു. പിറ്റേ ദിവസം അത്ഭുതമെന്ന് പറയട്ടെ, അവർ ഒരു ചോദ്യം ചോദിക്കാതെ എനിക്ക് വിസ അടിച്ചു തന്നു. അതിപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമായിട്ട് തോന്നുകയാണ്. കാരണം അങ്ങനെ ഒരു വിസ ലഭിക്കാൻ യാതൊരു സാധ്യതയും എനിക്കില്ലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് അമേരിക്കൻ രാജ്യങ്ങളിൽ കടന്നു പോകാനുള്ളതായ ഒരു ഭാഗ്യം ദൈവം തന്നത്. ഇതൊക്കെ എനിക്ക് മറക്കാനാവാത്തതായ അനുഭവമാണ്. പാസ്റ്ററുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എടുത്തു പറയത്തക്ക കാര്യങ്ങളുണ്ടോ, ഇതുപോലെയുള്ള കാര്യങ്ങൾ? ചില വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ കൃത്യമായിട്ട് വർഷം ഓർക്കുന്നില്ല, അന്ന് ഈ ആലയം ഇവിടെയല്ലായിരുന്നു. ഇതിന് എൻ്റെ വീടിനോട് ചേർന്നുള്ളതായ ഒരു സ്ഥലത്തൊരു കുന്നിൻ്റെ മുകളിലായിരുന്നു ദേവാലയം. അവിടെ ഞാൻ 7 ദിവസം ഉപവാസത്തിലിരിക്കുകയായിരുന്നു. ഇവിടെ അടുത്തുള്ള കങ്ങഴ എന്ന് പറയുന്നതായ സ്ഥലത്ത് മഹേഷ് എന്ന് പറയുന്നതായ ഒരു സഹോദരൻ, ഇപ്പോൾ അദ്ദേഹം സഹോദരനാണ്, അന്നൊരു കൊച്ചുകുട്ടിയായിരുന്നു. അദ്ദേഹം ശരീരം തളർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അവരിൽ നിന്ന് അവർ ഉപേക്ഷിച്ചു. കാരണം ഇതിന് സൗഖ്യം കിട്ടുകയില്ല എന്നവർ പറഞ്ഞു.
അദ്ദേഹത്തിൻ്റെ പിതാവ് അവനെ എടുത്തുകൊണ്ട് ഞാൻ ഈ പള്ളിയിൽ ഞാൻ ഇരിക്കുകയാണ്. ഞാൻ 7 ദിവസം ഉപവാസം ഇരിക്കുകയാണ്. അവനെ പള്ളിയിൽ ഇങ്ങനെ കടത്തിയിരിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ 6-ാമത്തെ ദിവസം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ അവനെ സൗഖ്യമാക്കുവാൻ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ദൈവാത്മാവിൽ നിറയപ്പെട്ടവനായിട്ട് ഞാൻ അവൻ്റെ അടുക്കൽ ചെന്നു. അന്ന് ആലയം നിറയെ ആളുകളാണ്. വെളിയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഏകദേശം 100-ലധികം ആളുകൾ അന്ന് പ്രത്യേക ഒരു ഉപവാസമായതുകൊണ്ട് 100-ലധികം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ 100-ലധികം ആളുകൾ നോക്കി നിൽക്കുന്നതായ സമയത്ത് ദൈവാത്മാവിൽ നിറയപ്പെട്ടവനായിട്ട് ഞാൻ അവനോട് പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു. ഏകദേശം 3 മാസമായിട്ട് എഴുന്നേൽക്കാതെ ഒരേ കിടപ്പിൽ കിടന്നതായ ആ ബാലൻ പെട്ടെന്ന് ചാടി എണീറ്റ് ആലയത്തിൽ ഓടി നടക്കുന്നത് കണ്ടു. അന്ന് ആലയത്തിലുണ്ടായിരുന്നതായ സകല ആളുകളും വാവിട്ട് നിലവിളിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ദൈവം ചെയ്തതായ അത്ഭുത പ്രവൃത്തി ഇന്നും ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തെളിയിച്ചു തന്നതായ ഒരു അനുഭവമായിരുന്നു അത്. ആ സഹോദരൻ ഇന്ന് ഈ ആലയത്തിലെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. യൂത്തിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മഹേഷ് ജോൺ എന്നാണ്. കങ്ങട കോത്താർമല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അങ്ങനെ നിരവധി അനുഭവങ്ങൾ പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇവിടെ ഒരു ബൈബിൾ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. എത്ര വർഷമായിട്ട് നടക്കുന്നു? എത്ര കുട്ടികളെ ഇവിടുന്ന് പഠിപ്പിച്ച് വിടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്? കഴിഞ്ഞ 3 വർഷമായിട്ടാണ് ഈ ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത്. എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തന്നതായ വലിയൊരു ദർശനമാണ്. കാരണം അനേകരെ ട്രെയിൻ ചെയ്യിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി അയക്കുക. ഇതിപ്പോൾ 3-ാമത്തെ വർഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 20 വിദ്യാർത്ഥികളോട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പഠിക്കുന്നുണ്ട്. 4 അധ്യാപകർ, തദ്ദേശീയരായ 4 അധ്യാപകരുണ്ട്. അതുകൂടാതെ എല്ലാ ബുധനാഴ്ചയും ഓൺലൈനിലായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇതാണ് ബൈബിൾ കോളേജിൻ്റെ പ്രവർത്തനം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി എന്നാണ് അതിൻ്റെ പേര്. അതെ, അങ്ങനെ ബൈബിൾ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ പാസ്റ്റർക്ക് ദൈവം തന്ന ടാലൻറ്റുകൾ എന്താണ്? പ്രധാനമായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. ഏത് മേഖലകളിലാണ് പാസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകുന്നത്? എനിക്ക് പ്രത്യേക ടാലൻറ്റുകളായിട്ട് ആരംഭകാലത്ത് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ തന്നെ എനിക്ക് ദൈവസഭകളെ പരിപാലിക്കുന്ന ഒരു കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, ഏതൊരു വ്യക്തിയായാലും. പിന്നെ ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ളതായ ഒരു ടാലൻറ്റും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അനവധി ശുശ്രൂഷകൾ ദൈവനിലൂടെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പരിപാലനവരവും അതുപോലെ തന്നെ ദൈവവചനം വ്യാഖ്യാനിക്കുന്നതുമാണ് ദൈവം എനിക്ക് കൂടുതലായി തന്നിരിക്കുന്ന വരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പാസ്റ്ററുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള സുവിശേഷ പ്രവർത്തകർ ആരൊക്കെയാണ്? എൻ്റെ ഒരു മാതൃകയാക്കാൻ കൊള്ളാവുന്ന, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ ഒരു ജീവിതം അത് മാതൃകയാക്കാൻ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളെ കുറിച്ച് പറയാമോ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ മാതൃകയാക്കുന്നതും അത് പ്രാർത്ഥനാ ലൈഫായാലും വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവമായാലും ഞാൻ മാതൃകയാക്കുന്നത് എൻ്റെ അമ്മയാണ്. കാരണം ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നതായ ഒരു അമ്മയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ആ അമ്മയാണ് എൻ്റെ ജീവിതത്തിലൊരു മാതൃകാ വ്യക്തിയായിട്ട് കാണുന്നത്. ആ പ്രാർത്ഥന ഇന്നും തുറന്നുകൊണ്ട് പോകുന്നു. ഞാൻ ഒരു കാര്യം എനിക്ക് വളരെ പ്രാഗൽഭ്യത്തോടെ പറയാനായിട്ട് കഴിയും. ഞാൻ ഇപ്പോൾ ഏത് നിലവാരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ അത് സമൂഹത്തിനറിയാം. പക്ഷേ അതിന് ഒരു കാരണം എന്ന് പറയുന്നത് എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയാണ്. ആ മാതൃക ഞാൻ വിലമതിക്കുന്നതാണ്. ആ പ്രാർത്ഥനയാണ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്. ഓക്കെ, ഇനി എന്താണ് പാസ്റ്ററുടെ ഒരു ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? പാസ്റ്ററെ സംബന്ധിച്ച് വലിയധികം പ്രായമില്ല, ഇനിയും ശുശ്രൂഷകൾ ഒരുപാട് ബാക്കി കിടക്കുന്നു. അപ്പോൾ എന്താണ് പുതിയ പദ്ധതികൾ പാസ്റ്ററുടെ മനസ്സിലുള്ളത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് ഈ ട്രെയിനിങ് സെൻറ്റർ ഒരു വിശാലമാക്കണമെന്ന് വളരെ ആഗ്രഹം എനിക്കുണ്ട്. കാരണം അനേകരെ ദൈവവേലയിൽ പരിശീലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പ്രദാനം ചെയ്യുന്നതായ പ്രസ്ഥാനം, ഞാനിപ്പോൾ പറഞ്ഞല്ലോ കേരളത്തിൽ തന്നെ ഇത്രയധികം സഭകളുണ്ട്. എന്നാൽ ഇതിനേക്കാൾ കുറവ് സഭകളുള്ളതായ പ്രസ്ഥാനങ്ങളെ ഈ കേരളത്തിൽ ധാരാളം പേര് അറിയുന്നുണ്ട്. എന്നാൽ ഈ സഭ
അത്ര അറിയപ്പെടുന്നില്ല. അറിയപ്പെടാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞങ്ങൾ വലിയ മീറ്റിങ്ങുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. കൺവെൻഷൻ പോലത്തുള്ളതായ അല്ലെങ്കിൽ പബ്ലിസിറ്റി കൊടുത്തുള്ളതായ പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ വ്യക്തിപരമായ നിലയിൽ എൻ്റെ കോവർക്കേഴ്സ് ശുശ്രൂഷകന്മാർ പലരും ഇങ്ങനെ ആവശ്യപ്പെടും, നമുക്ക് ഈ പ്രാവശ്യം ജനറൽ കൺവെൻഷൻ നടത്തണം. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോട് യോജിപ്പില്ലാത്തതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെ കേരളത്തിൽ കൺവെൻഷൻ സീസണുകളാണ്. ആ കൺവെൻഷൻ സീസണുകളിൽ ഈ വലിയ പ്രസ്ഥാനം മുതൽ ചെറിയ പ്രസ്ഥാനം വരെ ചെലവിടുന്നതായ തുകകളെന്ന് പറയുന്നത് എൻ്റെ ഒരു കണക്കനുസരിച്ച് നോക്കും, ഒരു 3000 കോടി രൂപയെങ്കിലും ചെലവിടുന്നുണ്ട്. പക്ഷേ 3000 കോടി രൂപ ചെലവിടുന്നത് കൊണ്ട് നമ്മുടെ ദൈവവേലയ്ക്ക് അതൊരു ഗുണകരമായിട്ട് തീരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. 80 കോടി രൂപയും 100 കോടി രൂപയും ഒക്കെ ചെലവിട്ട് കൺവെൻഷൻ നടത്തുമ്പോൾ ഒരു വ്യക്തി പോലും രക്ഷിക്കപ്പെടാതെ വരുന്നത് തീർത്തും നിരാശാജനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ ട്രെയിൻ ചെയ്യിച്ച് ആളുകളെ ദൈവവേലയ്ക്ക് അയക്കുകയും സാമൂഹികമായ കുറേ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുകൂടി ആഗ്രഹിക്കുന്നു. അതാണ് ഞങ്ങൾ ഒറീസയിലും ബീഹാറിലും ഒക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒറീസയിൽ 4 ലെപ്രസി ക്യാമ്പുകളുണ്ട്, 4 കുഷ്ഠരോഗ ക്യാമ്പുകളുണ്ട്. അവിടെ ഞങ്ങൾ എല്ലാ മാസങ്ങളും ഫുഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. തണുപ്പ് കാലത്ത് അവർക്ക് വസ്ത്രങ്ങൾ ഞങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. അവിടെ പാവപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ 10-15 വിഡോകളായിട്ടുള്ള സ്ത്രീകൾക്ക് ഞങ്ങൾ തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോർവെല്ല് ഞങ്ങൾ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് ഞങ്ങൾ സാമൂഹ്യമായിട്ടുള്ളതായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പം നോർത്ത് ഇന്ത്യൻ പ്രവർത്തനങ്ങളും വളരെ ശക്തമായി മുമ്പോട്ട് പോകുന്നു. അത് ചെയ്യണമെന്ന് ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാസ് അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു പ്രതിസന്ധികൾ എന്താണ്? ഇപ്പോൾ സുവിശേഷ വേല ശക്തമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് സാമ്പത്തികപരമായ ആവശ്യങ്ങളുണ്ട്, മറ്റ് പല സ്പോൺസേഴ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഇപ്പം നേരിടുന്ന പ്രതിസന്ധികൾ എന്തെങ്കിലും ഉണ്ടോ? പ്രതിസന്ധികൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഫിനാൻഷ്യൽ സോഴ്സ് വളരെ കുറവാണ്. ആരെങ്കിലും നമ്മളെ സഹായിക്കാം എന്ന് കരുതിയാൽ നമുക്ക് ഒരു വിദേശത്തു നിന്നോ സ്വദേശത്തു നിന്നോ നമുക്ക് ഇവിടെ കിട്ടുന്നതായ പണം നമുക്ക് വരാൻ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ വരാൻ പറ്റാത്ത നിലയിലുള്ളതായ സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, UK എന്നൊക്കെ ഇപ്പോൾ, നേരത്തെ വെസ്റ്റേൺ യൂണിയൻ വഴിയായിരുന്നു നമുക്ക് പണം അയക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ UK പോലുള്ള രാജ്യങ്ങളിൽ വെസ്റ്റേൺ യൂണിയൻ ഇന്ത്യയിലേക്ക് പണം വരാൻ പറ്റാത്ത നിലയിൽ അതിനെ ബ്ലോക്ക് ചെയ്തു. ഒക്കെ ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് കിട്ടുന്നതായ വരുമാനം, ദശാംശ ഇനത്തിലും മറ്റു സംഭാവനയായിട്ടും നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്നതായ ആ തുക കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് FCRI പോലുള്ളതായ ഫണ്ട് വരുത്താൻ പറ്റുന്നതായ ഒരു മാർഗം നമുക്ക് കിട്ടിയാൽ വിശാലമായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതായ ഉത്തമ ബോധ്യമുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ 100% വിശ്വസ്തത പാലിക്കുമെന്നുള്ളതായ ഒരു വിശ്വാസം കൂടി എനിക്കുണ്ട്. പക്ഷെ അതിനുള്ളതായ സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ സുവിശേഷ വേല ചെയ്യേണ്ട ആവശ്യകത എന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ഉപദേശങ്ങളും നമ്മൾ ലോകത്തിലേക്ക് എത്തിക്കേണ്ട ആവശ്യകത എന്താണ്? നമ്മുടെ കേരളത്തിലൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 28 ബാർ ഉണ്ടായിരുന്നിടത്തുനിന്ന് ഇപ്പം അത് 1000-ലധികം ബാറുകളായി വർദ്ധിച്ചു. അപ്പോൾ ഞാനൊരു മദ്യനിരോധന സംഘടന ഒരു വലിയൊരു നേതാവിനെ കണ്ടിട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ മദ്യം, മയക്കുമരുന്ന്, ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ വ്യാപിക്കും, അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഈ സുവിശേഷ വേലയുടെ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ഒരു പ്രാധാന്യത എന്താണ്? അത് ഞാൻ വ്യക്തമാക്കാം. ഈ ക്രൈസ്തവർ ഭൂരിപക്ഷമുള്ളതായ മേഖലകളൊക്കെ കൂടുതൽ സമാധാന അന്തരീക്ഷമുണ്ട്. ക്രൈസ്തവ രാജ്യങ്ങളിലും സമാധാന അന്തരീക്ഷമുണ്ട്. ഭീകരപ്രവർത്തനങ്ങൾ അവിടെയൊന്നും കൂടുതലായിട്ട് നടക്കുന്നില്ല. കേരളത്തിൽ സഭകളുള്ളതായ ഇടങ്ങളിലൊക്കെ സമാധാന അന്തരീക്ഷം. കാരണം സുവിശേഷകർ അല്ലെങ്കിൽ ക്രൈസ്തവർ കൂടുതലും സമാധാന പ്രേമികളാണ് എന്നുള്ളതാണ് എൻ്റെ കാരണം. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിതങ്ങളിൽ വരുത്തിയതായ രൂപാന്തരത്തിന് ധാരാളം അനുഭവങ്ങൾ അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ രസകരമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്.
ഈ കേരളത്തിലൊക്കെ പോലീസുകാർക്ക് കൊടുക്കുന്നതായ ശമ്പളം അത്രയും കൊടുത്തില്ലെങ്കിൽ അതിൽ പകുതിയെങ്കിലും സുവിശേഷകർക്ക് കൊടുത്തിരുന്നെങ്കിൽ കേരളം ഒരു സമാധാനമുള്ളതായ ഒരു സംസ്ഥാനമായിട്ട് മാറിയേനും. കാരണം പോലീസുകാരുടെ പണി കുറച്ചൊക്കെ കുറഞ്ഞിരിക്കുമായിരുന്നു. കാരണം എപ്പോഴും സമാധാനകാംക്ഷികളാണത്. അപ്പോൾ സുവിശേഷത്തിന് മാത്രമേ സമാധാനം വരുത്തുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു മതപരിവർത്തനമല്ല, സുവിശേഷവൽക്കരണം, അല്ലെങ്കിൽ സുവിശേഷം എല്ലാവരും അംഗീകരിക്കുക. യേശുക്രിസ്തുവിനെ പോലെ നമുക്ക് അനുകരിക്കാൻ പറ്റുന്നതായ ഒരു ആത്മീക ഗുരു ലോകത്തിൽ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഒരു രാജ്യങ്ങളിലോ ഒരു മതങ്ങളിലോ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഈ മദ്യമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോധവൽക്കരണ പ്രോഗ്രാമുകൾ, കവലപ്രസംഗങ്ങൾ, ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ പാസ്റ്ററുടെ സഭയോ സംഘടനകളോ ചെയ്യുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ ഇമ്പാക്റ്റ് ഇന്ത്യ എന്ന് പറയുന്നതായ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇമ്പാക്റ്റ് ഇന്ത്യ ആരംഭിച്ചിട്ട് ഇപ്പോൾ 10 വർഷത്തോളമായി. ഇമ്പാക്റ്റ് ഇന്ത്യ അതിന് ഞങ്ങൾക്ക് 2-3 വാഹനങ്ങളൊക്കെയുണ്ട്. ഇമ്പാക്റ്റ് ഇന്ത്യക്ക് ഏകദേശം 35-40ഓളം യങ് ആയിട്ടുള്ള സുവിശേഷകന്മാരുണ്ട്. അവർ സുവിശേഷകന്മാർ എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യും, അപ്പോൾ തന്നെ അവർക്ക് ലഭിക്കുന്നതായ സമയം കൊണ്ട് ഈ വാഹനത്തിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ട്രാക്സുകളൊക്കെ ഉണ്ട്, ബോധവൽക്കരണ ട്രാക്സുകളൊക്കെ ഉണ്ട്. അവർ കപ്പലുകളൊക്കെ ചെന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ഈ ബോധവൽക്കരണ ടീമും സുവിശേഷ ടീമിൻ്റെ പേര് ഇമ്പാക്റ്റ് ഇന്ത്യ എന്നുള്ളതാണ്. അതിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇമ്പാക്റ്റ് ഇന്ത്യയുടെ പേരിൽ ഇപ്പോൾ ഒരു പത്രം ഇറങ്ങുന്നുണ്ട്, ഇമ്പാക്റ്റ് ഇന്ത്യ ന്യൂസ് പേപ്പർ. രണ്ടാമത് ഇമ്പാക്റ്റ് ഇന്ത്യയുടെ ഒരു ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്. മൂന്നാമത് ഇമ്പാക്റ്റ് ഇന്ത്യയുടെ പേരിൽ ഒരു പബ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. നാലാമത്തത് ഇമ്പാക്റ്റ് ഇന്ത്യ ഈ ബോധവൽക്കരണ ടീം പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രവർത്തനം ചെയ്യുന്നുണ്ട്, ഈ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. പാസ്റ്ററുടെ ഈ സഭ വളരെ നന്നായി പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിശ്വാസികളുടെയൊക്കെ ഒരു പ്രതികരണം, അവരുടെ ഒരു സ്നേഹം, ഒരു കരുതൽ എങ്ങനെയാണ് പാസ്റ്റർക്ക് അത് ഫീൽ ചെയ്യുന്നത്? എൻ്റെ സഭയിലെ വിശ്വാസികളെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഈ സഭയിൽ കൂടി വരുന്നതായ വിശ്വാസികളിൽ ഭൂരിഭാഗം ആളുകളും എൻ്റെ മാതാവിൻ്റെ ശുശ്രൂഷയിലൂടെ വിശ്വാസത്തിൽ വന്നതായ ആളുകളാണ്. അതിലൊരു 25% മാത്രമേ ഉള്ളൂ ഞാൻ നേടിയെടുത്തതും കൊണ്ടുവന്നു. പക്ഷെ അവരെയൊക്കെ സ്നാനപ്പെടുത്തി വിശ്വാസത്തിൽ ഉറപ്പിച്ചത് ഞാനാണെങ്കിലും എൻ്റെ അമ്മയുടെ ഒരു ശുശ്രൂഷയാണ് ഒരു പ്രധാനപ്പെട്ടതായ ഒരു ഘടകം. ഒരു പാസ്റ്ററെ എങ്ങനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, കരുതണം എന്ന് ഞങ്ങളുടെ വിശ്വാസികൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് ഞാനൊരു കാര്യം പറഞ്ഞാൽ. കാരണം ഒരുപക്ഷെ ഇത് കേൾക്കുന്നതായ പല ദൈവദാസന്മാരും ഇവിടെ വന്ന് ശുശ്രൂഷിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഞങ്ങളുടെ വിശ്വാസികൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ആരൊക്കെ വന്ന് സഭയിൽ പ്രസംഗിച്ചാലും അവസാനം ഒരു 10 മിനിറ്റ് അവരുടെ പാസ്റ്ററിൽ നിന്ന് ഒരു സന്ദേശം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നതായ ആളുകളാണ്. അത് പരമാവധി ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. എങ്കിൽ മാത്രമേ അവർക്കൊരു തൃപ്തി വരികയുള്ളൂ. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ്, ഞങ്ങൾ എല്ലാവരുടെയും അനുഭവങ്ങളൊക്കെ കേൾക്കണം, മറ്റുള്ളവരുടെ പ്രസംഗമൊക്കെ കേൾക്കണം. പക്ഷേ കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരു സഭയെ തന്നെ ശുശ്രൂഷിക്കുന്നതായ ഒരു പാസ്റ്ററാണ് ഞാൻ. ഒരു സഭയിൽ 25 വർഷമായിട്ട് ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. പുതിയ ചിന്തകൾ, പുതിയ വചനങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നത്. ഇപ്പോഴും 25 വർഷമായിട്ടും ഒരു പാസ്റ്ററെ മടുക്കാതെ അതുതന്നെയാണ് ഞങ്ങളുടെ പാസ്റ്റർ എന്ന് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നതായ വിശ്വാസികൾ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിശ്വാസികളുള്ളതായ ഒരു സഭയുടെ പാസ്റ്ററായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഓക്കെ. പാസ്റ്ററുടെ ആൻറ്റിയുടെ ഒരു സപ്പോർട്ട്, സുവിശേഷ വേലയിൽ ആൻറ്റിയുടെയും മക്കളുടെ ഒരു വലിയ സപ്പോർട്ട്. പാസ്റ്റർ വളരെ ദൂരം യാത്ര ചെയ്യുന്നയാളാണ്. 30 വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സഭ നടക്കണം, മറ്റുള്ള പ്രവർത്തനങ്ങൾ നടക്കണം. അപ്പോൾ ഇതെല്ലാമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ പാസ്റ്ററുടെ ആൻറ്റിയുടെ ഒരു സുവിശേഷ വേലയുടെ ഒരു ദർശനവും അല്ലെങ്കിൽ ഒരു വലിയ സപ്പോർട്ടും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എൻ്റെ ഭാര്യ ഒരു ടീച്ചറായിരുന്നല്ലോ. ആ ടീച്ചറായിരിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നതായ കേന്ദ്രീയ വിദ്യാലയത്തിലെ ടീച്ചറാണ്. ടീച്ചറായിരിക്കുമ്പോൾ തന്നെ എന്നോടൊപ്പം കർത്താവിൻ്റെ വേലയിൽ പങ്കാളിയായി തീരുകയാണ്. അതുമാത്രമല്ല
എനിക്കന്ന് വ്യക്തിപരമായിട്ടൊരു വരുമാനമില്ലായിരുന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി എനിക്ക് ആവശ്യമുള്ളതായ പണം അതെപ്പോൾ ചോദിച്ചാലും ഇല്ലെങ്കിൽ മറ്റാരുടെ എങ്കിലും കൈവശത്ത് നിന്ന് സംഘടിപ്പിച്ച് എനിക്ക് തരുമായിരുന്നു. അതിനുശേഷമായിട്ട് ഇവിടെ ജോലിയിൽ നിന്ന് രാജിവെച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങളിപ്പോൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. ഒരു ദിവസം ഒരു 30-ലധികം ആളുകൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്. 30-ലധികം ആളുകൾ വരുന്നവർക്കെല്ലാം ഭക്ഷണം ഒരുക്കി കൊടുക്കുവാനും ഒരു ചായയെങ്കിലും കൊടുത്ത് വിടാതെ ഇരിക്കുകയില്ല. വരുന്ന ആളുകളെ സ്വീകരിക്കാനും അതുകൊണ്ട് കരുതുവാനും, പ്രത്യേകിച്ച് സഭയിൽ ഞായറാഴ്ച ആരാധനയും വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുള്ളതായ ദിവസങ്ങളൊക്കെ 50-ലധികം ആളുകൾ ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുവാനായിട്ട് കാണും. അവർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെല്ലാം തൃപ്തരാക്കി വിടുക. ഇതൊന്നും ഞാൻ അറിയുന്നില്ല, ഇതെല്ലാം എൻ്റെ പിന്നിന്ന് പ്രവർത്തിക്കുന്നതായ ആളുകൾ. എൻ്റെ ഭാര്യയാണ്. പിന്നെ എൻ്റെ മക്കളുടെ കാര്യമെന്ന് പറഞ്ഞാൽ അവർ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളതായ മക്കളെയാണ് എനിക്ക് തന്നത്. എൻ്റെ ഇളയ മോന് അവന് കീബോർഡ് വായിക്കും. ഇവിടെ ആരാധനയ്ക്ക് അവനാണ് നേതൃത്വം കൊടുക്കുന്നത്, കീബോർഡ് വായിച്ച്. മൂത്ത മോൻ നല്ലൊരു ഗായകനാണ്. അവന് ദുബായിക്ക് പോകുന്നതിന് മുമ്പ് വരെ ഈ ആലയത്തിൽ കൊയറിന് അവനായിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവരിപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, മൂത്ത മോൻ ചെയ്യുന്നുണ്ടെങ്കിലും, എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും അവരുടെ സമർപ്പണവും ഇങ്ങനെയാണ്. അവരുടെ പിതാവിൻ്റെ ഒരു കൈ തളരുന്നതായ സമയത്ത് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാനും അവർ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ പുതുതായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന വ്യക്തികളോടും അതോടൊപ്പം പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന വ്യക്തികളോടും പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്ത് സന്ദേശമാണ് പാസ്റ്റർ നൽകാനായിട്ടുള്ളത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡിന് വേണ്ടി കാത്തിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിർദ്ദേശം വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കണം. പലരും എന്ത് ചെയ്യുന്നറിയാമോ, ഈ വിശ്വാസം ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി, വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇറങ്ങിത്തിരിക്കുക അവർക്ക് പരാജയപ്പെട്ടു പോവും. പലരും പിന്മാറിപ്പോകുന്നതായ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ഒരു പട്ടുമത്തെയല്ല, ഒരുപാട് പ്രതികൂലങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അത് സഹിക്കണമെങ്കിൽ നമുക്കതിനുള്ളതായ വരം ലഭിക്കണം. അപ്പോൾ അതിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം കിട്ടുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. അത് ഞാൻ മാതൃകയാക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ പൗലോസിൻ്റെ ജീവിതാനുഭവമാണ്. താൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷമായിട്ട് 3 വർഷം അറേബ്യയിലേക്ക് പോയെന്നാണ് വചനം വായിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം പ്രാപിച്ച് മടങ്ങി വന്ന്, അതുമാത്രമല്ല ഒരു പ്രാദേശിക സഭയ്ക്ക് കീഴടങ്ങിയിരുന്നു, അന്ത്യോക്യ സഭയിൽ കീഴടങ്ങിയിരുന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ധാരാളം ആളുകളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു പൗലോസിനെ ഈ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കാൻ പറഞ്ഞപ്പോൾ അവർ വേർതിരിച്ചു. അതുവരെ താൻ കാത്തിരുന്നു. എനിക്ക് പുതുതായിട്ട് വരുന്നതായ സുവിശേഷകരോട് പറയാനുള്ളതായ സന്ദേശം ഇതാണ്: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ദൈവിക നിയോഗം കിട്ടിക്കഴിഞ്ഞാൽ നാളെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ടി വരികയില്ല. കാരണം വഴി തുറക്കാൻ ദൈവം ശക്തനാണ്. ഇനി എന്തെങ്കിലും പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? ഏതാണ്ട് എല്ലാ മേഖലകളും നമ്മൾ കവർ ചെയ്തു. ഇനി എന്തെങ്കിലും ഒരു അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഒരല്പം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും പൊതുവായ കാര്യങ്ങളുണ്ടോ? ഞാൻ എൻ്റെ സ്വന്തം ദേശത്ത്, ഞാൻ ജനിച്ചു വളർന്നതായ ദേശത്താണ് ഞാൻ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു അഭിമാനമായിട്ട് ഞാൻ കാണുകയാണ്. പലർക്കും അവരുടെ സ്വന്തം ദേശത്തൊരു സാക്ഷ്യം ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതായൊരു കാലഘട്ടം. ഞാൻ ഇവിടെ താമസിക്കുന്നിടത്തും ഞങ്ങളുടെ സിറ്റിയിലും എല്ലാം നാനാജാതി മതസ്ഥരായ ആളുകൾ എന്നെ ബഹുമാനിക്കുന്നുണ്ട്. ഈ സഭയ്ക്ക് കൂടുതലും പ്രചോദനം നൽകുന്നത് ഇതര ജാതി മതസ്ഥരാണ്. ഹൈന്ദവരായ ആളുകൾ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഇപ്പോൾ ഇവിടെ കുട്ടികളുടെ ഇടയിലുള്ളതായ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. VBS മുതലുള്ളതായ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ തൊട്ടടുത്ത് ഒരു പാലത്ര എന്ന് പറയുന്നതായ ഒരു ക്രഷർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ VBS നടക്കുമ്പോൾ അവർ പറയുന്നുണ്ട് എല്ലാ വർഷവും അതിൻ്റെ അവസാനത്തെ ദിവസത്തെ ഫുഡ് കംപ്ലീറ്റ് ചെലവ്
ആ ക്രഷറുകാരാണ് നിർവഹിക്കുന്നത്. കാരണം അവരോട് നന്ദി പറയുകയാണ്. നമ്മുടെ ഷിബു സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. വർഷങ്ങളായിട്ട് അവർ കാരണം ഞങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനം വളരെ സിൻസിയർ ആണെന്നും ട്രാൻസ്പെറൻ്റ് ആണെന്നും ഈ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ പലരും എന്നെ കാണാൻ വരാറുണ്ട്. അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള വ്യക്തികൾ. അവർക്ക് എല്ലാവർക്കും ബോധ്യമായൊരു കാര്യമുണ്ട്. ഈ സഭയെന്ന് പറയുന്നത് അത് ഈ ദേശത്തിനൊരു അനുഗ്രഹമാണ് എന്ന് എല്ലാവരും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ആരോടും മത്സരിച്ച് തുടങ്ങിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് അടർത്തിക്കൊണ്ട് വന്നതോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിസമായിട്ടോ തുടങ്ങിയതായൊരു സഭ അല്ല ഇത്. ഇതിനൊരു പ്രത്യേക ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഈ സമൂഹത്തോട് എപ്പോഴും നന്ദിയുള്ളവനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും സമയം പാസ്റ്ററോട് സംസാരിക്കാൻ കഴിഞ്ഞ വലിയൊരു ഭാഗ്യമായി കണക്കാക്കുന്നു. പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരു പ്രചോദനമായി തീരും. പാസ്റ്ററുടെ നമ്പർ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പാസ്റ്ററോട് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ പാസ്റ്ററെ വിളിക്കാം എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പാസ്റ്ററെ വളരെ നന്ദി. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പാസ്റ്റർ പ്രാർത്ഥിച്ചു. കാരുണ്യവാനായ ദൈവമേ, മനസ്സിലുള്ള നല്ല കർത്താവേ, പ്രിയ ഞങ്ങളുടെ ദാസിനെ കാണുവാനും പരിചയപ്പെടുവാനും ഒരു അവസരം ദൈവം തന്നതിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലൊന്നും യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ മുൻ നിർണയമാണ്. ഇന്നത്തെ ദിവസവും ദൈവം അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കരുതി തന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അടിയൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഒരവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് എൻ്റെ മഹത്വമോ എൻ്റെ വലുപ്പമോ മറ്റുള്ളവരറിയാനായിട്ടല്ല. ദൈവം എങ്ങനെ ഒരു വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്നുവെന്ന് അനേകർ അറിയുവാനും ദൈവത്തെ ഭയപ്പെടുവാനും ദൈവസന്നിധിയിൽ കീഴ്പ്പെടുവാനും ഈ ഒരു എപ്പിസോഡ് കാരണമാക്കി തീർക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം ചെയ്യുന്ന ഞങ്ങളുടെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീർഘനാളുകൾ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എൻ്റെ ദാസനെ ദൈവം അധികാരപ്പെടുത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. താൻ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ, സ്വർഗം മാനിക്കണമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെല്ലാ മഹത്വം അങ്ങേക്കർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.